NSS നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി KB ഗണേഷ് കുമാർ. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ അടക്കം ആഞ്ഞടിച്ചാണ് ഗണേഷ് കുമാറിന്റെ വിമർശനം. സുകുമാരൻ നായർ ചട്ടമ്പി സ്വാമി അറിയാത്തയാളാണെന്നും തിരുവനന്തപുരത്തെ ഏതോ ചട്ടമ്പിയാണ് എന്നാണ് വിചാരമെന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചു. നേതൃത്വത്തിനെതിരെ ഗുരുതര അഴിമതി ആരോപണവും ഗണേഷ് കുമാർ ഉന്നയിച്ചു. നായർ സംരക്ഷണ സമിതിയുടെ ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനിടെയായിരുന്നു ഗണേഷ് കുമാറിന്റെ കടുത്ത ഭാഷയിലുള്ള വിമർശനം. നേരത്തെ തിരുവനന്തപുരം മന്നം ക്ലബ്ബിൽ വെച്ച് നടത്താനിരുന്ന പരിപാടിക്ക് NSS വേദി നിഷേധിച്ചിരുന്നു. പരിപാടി സംഘടിപ്പിച്ചാൽ തടയുമെന്ന് NSS നേതാക്കളടക്കം പറഞ്ഞ സാഹചര്യത്തിൽ പരിപാടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലേക്ക് മാറ്റുകയായിരുന്നു. NSSനെതിരെ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണോ KB ഗണേഷ് കുമാർ? കാണാം RDX റാപ്പ്. നായർ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ദേവദാരുവിലെ ഇത്തിക്കണ്ണികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഗണേഷ് കുമാർ NSS നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. NSS എന്ന മഹത്തായ പ്രസ്ഥാനം ഒരു പവിത്രമായ ദേവദാരു വൃക്ഷമാണ്. എന്നാൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണികളെ വെട്ടിമാറ്റേണ്ട കാലം അതിക്രമിച്ചെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത നേതൃത്വമാണ് NSSലുള്ളത്. ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ NSSൽ ജോലിക്ക് വെച്ചു. ബന്ധുവിന്റെ വ്യാജരേഖകൾ ഒളിക്കാനായി ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപ പിൻവലിച്ചു. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ കൊച്ചുമക്കൾക്ക് പോലും ഇന്ന് മന്നം സമാധിയിൽ പ്രവേശനമില്ലാത്ത അവസ്ഥയാണെന്നതടക്കമുള്ള ആരോപണങ്ങളും ഗണേഷ് കുമാർ ഉന്നയിച്ചു. സുകുമാരൻ നായർക്കെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയ ഗണേഷ് കുമാർ NSSനെ സംരക്ഷിക്കാൻ ജനാധിപത്യപരമായ പോരാട്ടം ആരംഭിക്കണമെന്നും ആഹ്വാനം ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ ഗാന്ധിയൻ മാതൃകയിൽ സമരം തുടങ്ങാനാണ് ഗണേഷ് കുമാറിന്റെ തീരുമാനം. പുസ്തക പ്രകാശനത്തിന് മന്നം ക്ലബ്ബിൽ വേദി നിഷേധിച്ചതിനെയും ഗണേഷ് കുമാർ അതിനിശിതമായാണ് വിമർശിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. കനകസിംഹാസനത്തിൽ ഏത് ശുനകനും ഇരിക്കാമെന്ന് തോന്നിപ്പിക്കരുത് എന്നായിരുന്നു സുകുമാരൻ നായരെ ഉന്നം വെച്ച് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. ജനാധിപത്യം എന്നത് അടുത്തുകൂടെ പോയിട്ടുണ്ടോ എന്നും ഗണേഷ് കുമാർ നേതൃത്വത്തോട് ചോദിച്ചു. ആ പ്രസംഗ ഭാഗങ്ങളിലേക്ക്. മതേതരത്വം നിലനിർത്തുന്ന ജനാധിപത്യം, ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണുള്ളത്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തി. നമ്മള് ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറി ഇരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. ഇപ്പം ഞാനൊരു നടൻ കൂടിയായതുകൊണ്ട് കാണിച്ചു തരാമെന്ന് ശരിയല്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലായിട്ട് കളഞ്ഞു മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. പിന്നെ തലയുറയും പേനിന്റെ അസുഖം. പിന്നെ അവിടെ ഇവിടെ ഒരു മണി അടിക്കും. ഉടനെ ഒരാൾ വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പറയാം. ഇന്ന് പല വാർത്തകളുണ്ടെങ്കിലും, പല പ്രധാനപ്പെട്ട വാർത്തകളുണ്ടെങ്കിലും ഏറ്റവും രസമായിട്ടുള്ളത് ഈ രണ്ടാമത് കാണിച്ച ബൈറ്റാണ്, തലചൊറിയുന്നത്. ഗണേഷ് കുമാർ ഒരു അഭിനേതാവായതുകൊണ്ട് സുകുമാരൻ നായരെ വളരെ കൃത്യമായി അനുകരിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഒരു 7 മാസം 8 മാസം മുമ്പ് ഇതായിരുന്നില്ല KB ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം എന്നുള്ളതാണ്. അതായത് അന്ന് അഭിപ്രായം ഇതൊക്കെ തന്നെ ആയിരിക്കും. അതായത് അത് പക്ഷെ പറഞ്ഞിട്ടില്ല. കാരണം ഉള്ളിലുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ടില്ല. അന്ന് മുതൽ നിരീക്ഷിക്കുന്നത് കൊണ്ടാണല്ലോ ഈ മട്ടിൽ കൃത്യമായി അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റുന്നത്. ഈ 2025 സെപ്റ്റംബറിലാണ് അയ്യപ്പ സംഗമം നടക്കുന്നത്. അയ്യപ്പ സംഗമം നടക്കുമ്പോൾ NSS അതിന് പിന്തുണ പ്രഖ്യാപിച്ചത് പ്രതിഷേധിച്ച് കുറേ പേര് രാജിവെക്കലും ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടായി. ആ സമയത്ത് സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ പറഞ്ഞത് 4 നായന്മാർ രാജിവെച്ചാൽ NSSനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ ഉറച്ചു നിൽക്കും എന്നൊക്കെ ഉറച്ച നിലപാടുണ്ടായിരുന്ന KB ഗണേഷ് കുമാർ തന്നെയാണ് 7 മാസത്തിനിപ്പുറം കഴിഞ്ഞ മാർച്ചോടെയാണ് പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത്. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം, KB ഗണേഷ് കുമാർ. അതുപോലെ ഡയറക്ടർ ബോർഡ് മെമ്പറുമായിരുന്നു. അപ്പോൾ ഇത് പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രതിഷേധം. കാരണം
ആർ ബാലകൃഷ്ണപിള്ള ദീർഘകാലം, എനിക്ക് തോന്നുന്നു 10-50 വർഷം, 48 വർഷത്തിനടുത്ത് എങ്ങാണ്ട് അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന താലൂക്ക് യൂണിയനാണ്. അതിനുശേഷം ഇദ്ദേഹം അവിടുത്തെ പ്രസിഡൻ്റാവുന്നു, KB ഗണേഷ് കുമാർ പ്രസിഡൻ്റാവുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 300 കോടിയുടെ ആസ്തി ആ ഒരു യൂണിയന് മാത്രമുണ്ട് അത്രേ. അവിടെ മാത്രം അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സുകുമാരൻ നായർക്കൊപ്പം നിൽക്കുന്ന ചിലരുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് KB ഗണേഷ് കുമാർ ആരോപിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ പല പല സംഗതികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കനത്ത തുകയുടെ കണക്കടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് സുകുമാരൻ നായരുടെ വിമർശകർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം എടുത്ത് ഒരുമിച്ച് KB ഗണേഷ് കുമാർ ഇന്നിപ്പോൾ അലക്കി. അതിനു മുമ്പ് എൻ്റെ പിതൃതുല്യനായിരുന്നു സുകുമാരൻ നായർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് സുകുമാരൻ നായരെ അനുസരിക്കണമെന്നാണ്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാനതനുസരിച്ച് എൻ്റെ പിതൃതുല്യനായി കണക്കാക്കി മുന്നോട്ട് പോകുമെന്നാണ് KB ഗണേഷ് കുമാർ അന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പിതൃതുല്യനെ വിമർശിക്കുന്നതില്ലേ, അദ്ദേഹം പിതാവിനെ തന്നെ വിമർശിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. ഇത് വളരെ കാലമായിട്ട് ഇത് സുകുമാരൻ നായർക്കെതിരെ, സുകുമാരൻ നായർ 18 വർഷം RSSൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷേ സുകുമാരൻ നായർ NSSൻ്റെ പ്രവർത്തകനായതിനു ശേഷം അത് പതുക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം സജീവമായിട്ട് NSSൽ തന്നെ ഉറച്ചു നിന്നു. അതിൻ്റെ ഒരു മതനിരപേക്ഷ സ്വഭാവമൊക്കെ കാത്തു സുരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം എന്ന മട്ടിലാണ് അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്വാഭാവികമായും വിമർശന വിധേയമാക്കാവുന്ന കുറേ വിഷയങ്ങൾ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കുപ്രസിദ്ധമായ ഔദ്ധത്യം എന്ന് പറയുന്നത് പല നേതാക്കന്മാരെയും അവിടേക്ക് കയറാൻ സമ്മതിക്കാത്ത രീതി, ഇതൊക്കെ നേരത്തെ പൊതുവെ വിമർശന വിധേയമായിരുന്നതാണെങ്കിൽ, പക്ഷേ RSSൻ്റെ ഭാഗത്തു നിന്നൊക്കെ മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരുന്നു. അത് NSSൻ്റെ നിയന്ത്രണം കൈയാളുക എന്നത് തന്നെയാണ് RSSൻ്റെ എക്കാലത്തെയും വലിയൊരാഗ്രഹം. കാരണം ആ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നവർ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനമായി നിലനിൽക്കെ തന്നെ ആ സമുദായത്തിനകത്ത് പക്ഷേ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് RSSനും BJPക്കും ഒക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് അവിടേക്ക് കടന്നു കയറാനുള്ളൊരു സാധ്യത ആരാഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവർക്കൊന്നും ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് ഇന്ന് KB ഗണേഷ് കുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. KB ഗണേഷ് കുമാർ പക്ഷേ ആ പക്ഷത്തിൻ്റെയും ഒപ്പമല്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കൊട്ടാരക്കര യൂണിയനാണ്, അല്ലെ പത്തനാപുരം യൂണിയനാണ്. അപ്പോൾ ആ പത്തനാപുരം യൂണിയൻ്റെ കാര്യത്തിലൊരു തീരുമാനമായാൽ ചിലപ്പോൾ ഇന്നീ പറഞ്ഞ വിമർശനങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയേക്കാം. അദ്ദേഹത്തെ ഈ യൂണിയൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും അത് യൂണിയൻ പിരിച്ചുവിടുകയും ചെയ്തത് മാത്രമല്ല, ഈ കഴിഞ്ഞ തവണ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗണേഷ് കുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു ഏകപക്ഷീയമായിട്ട്. അതിന് വളരെ ഈ ഗണേഷ് കുമാർ ഇന്നിപ്പോൾ അഭിനയിച്ച് കാണിച്ച അതേ സ്വഭാവത്തോടെ സുകുമാരൻ നായർ പറഞ്ഞത് അങ്ങനെ പരാതിയുണ്ട്, കോടതി പൊക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഗണേഷ് കുമാറിൻ്റെ ആവശ്യങ്ങളോട് ആ നിലയ്ക്കുള്ള അവഗണന സുകുമാരൻ നായർ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ പ്രതിഷേധം ഉയരുന്നത്. ഇത് എത്രത്തോളം ഇനി പരമ്പരാഗത ശത്രുക്കളായ RSSും BJPയും, അതായത് ഈ സുകുമാരൻ നായരുടെ പരമ്പരാഗത ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പക്ഷം പ്രയോജനപ്പെടുത്തും എന്നുള്ളത് നമ്മൾ കാത്തിരുന്നതാണ്. അല്ല, തന്നെയാണ് ഇതിപ്പോൾ ഈ നായർ പ്രമാണികളുടെ ഇടക്കാണ് ഈ മാടമ്പി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. മാടമ്പി എന്നുള്ള പ്രയോഗം തന്നെ ഈ പറഞ്ഞ ഏർപ്പാടുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഇപ്പം മറ്റേ മോഹൻലാലിൻ്റെ ബി ഉണ്ണികൃഷ്ണൻ സിനിമയുണ്ട് ആ പേരിൽ, ഓർമ്മയില്ല? അപ്പോൾ ഇത് ഈ പറയുന്ന വലിയ ചിലർക്ക് കോമഡി ആയിട്ട് തോന്നും, പക്ഷേ ചിലർക്ക് ഹീറോയിക്കായിട്ട് തോന്നുന്ന ഈ സംഗതിയുടെ ഒരാളാണ് സുകുമാരൻ നായർ. അതായത് വലിയ ശശി തരൂർ ഉദാഹരണം പറഞ്ഞ കറക്റ്റാ. ഭരതൻ നായർ എന്നായിരുന്നില്ലേ ശശി തരൂർ പണ്ട് പറഞ്ഞ ഡൽഹി നായരും ഭരതൻ നായരും. അപ്പോൾ ഈ പല പ്രധാനപ്പെട്ട നേതാക്കളെയും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുകയും തലതാഴ്ത്തി പിടിച്ചത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹർഷൻ പറഞ്ഞാണ്, അതായത് ഇദ്ദേഹം സുകുമാരൻ നായരൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് നാരായണക്കുറുപ്പിനെ ബൈറ്റൊക്കെ എടുത്ത് ഓർമ്മയുണ്ട്. ഇതിനു മുമ്പുള്ളതാണ് അദ്ദേഹം ഭയങ്കര ഈ മട്ടിൽ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ആളായിരുന്നു. മീൻസ് അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ, ഇതിപ്പോൾ കുറ്റം പറയുന്നില്ല, അത് അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ. അപ്പം ഇതിപ്പോൾ കാണാൻ രസമായിരിക്കും. അതായത് ഈ പറയുന്ന മാടമ്പിമാരിങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ ഗണേഷ് കുമാർ ഉടക്കിയിട്ട് അദ്ദേഹത്തെ ഇത് ഒരുപാട് ആളുകൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കുകയും ദേഷ്യം പിടിച്ച് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയപ്പോൾ ഒഴിവാക്കിയല്ലോ. പക്ഷേ ഈ പറയുന്ന പോലെ സരസമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്നു ചേർത്തിട്ടും പറയാനുള്ള ശേഷി ഈ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും ഇല്ല. ഇപ്പം സുകുമാരൻ നായർ എങ്ങനെയാണോ ഈ കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരല്പം തമാശയും കൂടെ ചേർത്തിട്ട് ഈ തീപ്പാറുന്ന വിധത്തിൽ, എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഒരേയുമ്പോൾ തീപ്പാറും, അതുപോലെ നല്ല ബൈറ്റൊക്കെ പിന്നെയും കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഹർഷനിപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഈ പത്തനാപുരത്ത് ഈ യൂണിയൻ ഇത്രമാത്രം വലിയ സാമ്പത്തിക സംഗതി കൂടെ ഉണ്ട് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. 300 കോടിയുടെ ആസ്തിയുള്ള ഒരു യൂണിയനാണ്. അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള
നടത്താനുള്ള ശ്രമമാണെന്നുള്ളതാണ്. ആ അത് ചില്ലറ സമ്പത്തിൽ കളിയായിരിക്കില്ല. കണ്ണുനട്ടിട്ടുള്ള ഇടപാടാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നടക്കുന്നതാണ് ഗണേഷ് കുമാർ ആരോപിക്കുന്നത്. ആത്യന്തികമായിട്ട് NSS സുകുമാരക്കുറുപ്പിൻ്റെ പിന്നിൽ, സുകുമാരൻ നായരുടെ പിന്നിൽ ഉറച്ചു നിൽക്കും, അക്കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് കുറച്ച് ഈ ബഹളം ഉണ്ടാകുന്നൊരു കളി ഗണേഷ് കുമാർ കളിക്കാൻ സാധ്യത, രണ്ടും കൽപ്പിച്ചിറങ്ങി അടിക്കുകയാണ്. അല്ലാതെ ഇത്രയും നാളും ഇതുപോലൊരു വലിയൊരു അധികാര ശക്തിക്ക് നേരെ അങ്ങനെ നിന്നിട്ട് അടിക്കാൻ എളുപ്പമല്ലല്ലോ. പക്ഷെ അത് ഗണേഷ് കുമാർ ചെയ്തു. അതെ അതെ. അത് മാത്രമല്ല, സുകുമാരൻ നായരുടെ കുടുംബത്തിൽ നിന്ന് 42 പേര് NSS ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള ആ പതിവ് ആരോപണങ്ങളെല്ലാം മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ആഘാതശേഷിയോടെ ഗണേഷ് കുമാർ അവതരിപ്പിച്ചു എന്നുള്ളതും വാസ്തവം. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. ഇനിയും കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുള്ള കാര്യം കൂടെ ഉണ്ട്. NSSൽ വഹിച്ചിരുന്ന ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയത് മുതൽ ഗണേഷ് കുമാർ സംഘടനയുടെ നേതൃത്വത്തിനെതിരെയുള്ള കടന്നാക്രമണം തുടങ്ങിയതാണ്. എന്നാൽ വിമർശനങ്ങൾ ഇത്രയും കടുത്ത ഭാഷയിലാകുന്നത് ഇതാദ്യമായാണ്. ആരോപണങ്ങളിൽ ഭൂരിഭാഗവും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് ഗണേഷ് കുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം. കൂടാതെ NSSൽ സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഗണേഷ് കുമാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വിഷയത്തിൽ സുകുമാരൻ നായർ പ്രതികരിക്കും എന്നത് തീർച്ചയാണ്. അത് ഏത് തരത്തിലായിരിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ NSS നേതൃത്വത്തിനെതിരെയുണ്ടായ ഈ പടപ്പുറപ്പാടിൽ ആര് വാഴും ആര് വീഴും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1914 സ്ഥാപിതമായ NSSൽ വീണ്ടും ഒരു നേതൃമാറ്റത്തിനൊക്കെ കളമൊരുങ്ങും എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ കടന്ന ആലോചനയായിരിക്കും. പക്ഷേ എങ്കിലും രസകരമായ പരസ്പര വിമർശങ്ങൾ വരാനുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടെന്നത് ഉറപ്പാണ്. RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.